ഹലോ ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ നല്ല ചക്കക്കാലമല്ലേ. ചക്ക കൂടുതലായിട്ടുണ്ടെങ്കിൽ വലിയ പാടാണല്ലേ. അത് മുകളിൽ കിടന്ന് ഇടാനൊന്നും പറ്റാതെ താഴേക്ക് ചാടി ചീഞ്ഞളിഞ്ഞ് ആകെ ചീത്തയായി പോകും. അപ്പോൾ കുറേ ചക്ക ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കൊടുത്താലോ എല്ലാവർക്കും എന്ന് വിചാരിക്കും. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കൊടുത്താലും ചക്ക വീണ്ടും ബാക്കിയാവും അല്ലേ. അപ്പോൾ ഈ തവണ കുറച്ച് ചക്ക കൂടുതലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചക്ക ഉണ്ടായപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ചീത്തയായി പോവുക ചെയ്ത്. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ചക്കയൊക്കെയാണ് ചീത്തയായി പോവാറ് സാധാരണ. പക്ഷേ ഇത്തവണ ഇങ്ങനെ ഒരു ചക്ക എടുക്കുന്ന ഒരു ടീം വന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ എക്സസ് ആയിട്ട് ചക്ക ഉണ്ടെങ്കിൽ അവർ വന്ന് എടുത്തോളും. അതിനൊരു പ്രത്യേക പാകമൊക്കെ ഉണ്ട് കേട്ടോ. ആ പാകം നോക്കിയാണ് അവരെടുക്കുന്നത്. ഇടിഞ്ചക്ക എടുക്കുന്നുണ്ട്, അതുപോലെ നല്ല മൂത്ത ചക്ക എടുക്കുന്നുണ്ട്. ഒത്തിരി മൂത്ത് പോയ ചക്ക ഇവർക്ക് വേണ്ട കേട്ടോ. അപ്പം അങ്ങനെ പല തരത്തിലുള്ള ചക്കകളാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഇതുപോലെ ചക്ക കൂടുതലായിട്ടുള്ള വീട്ടുകാരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഈ ചക്ക വലിച്ച് ചാടിച്ചിടുന്നതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. അതായത് പറിച്ചിടുന്നത് ഒരു പ്രത്യേകതയാണ്. ഒരു ചാക്കൊക്കെ പിടിച്ച് ഒരാൾ താഴെ നിൽക്കുന്നുണ്ടാവും. ആ ചാക്കിലേക്കാണ് കേട്ടോ ചക്ക വീഴുന്നത്. അപ്പോൾ ചക്ക ചതയോ അല്ലെങ്കിൽ പ്ലിങ്ങി പോവോ ഒന്നുമില്ല. ആ ചക്ക കറക്റ്റായിട്ട് തന്നെ ആ ചാക്കിലേക്ക് അവർ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരാണ് നമ്മുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ വന്നെങ്കിലും ഞങ്ങൾ കൊടുത്തില്ലായിരുന്നു, പിന്നെയാണ് കൊടുത്തത്. അപ്പോൾ ഇടിഞ്ചക്ക എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ ഇടിഞ്ചക്ക എടുത്തില്ലായിരുന്നു കേട്ടോ. ഏകദേശം ഒത്തിരി മൂക്കാത്ത ചക്ക, അതിന് തൊട്ട് മുകളിൽ, അത് ഒത്തിരി മൂത്ത ചക്കയുടെ തൊട്ട് മുകളിലുള്ള ഒരു ഭാഗമാണ് എടുക്കുന്നത്. 30 രൂപയാണ് കേട്ടോ ഒരു ചക്കയ്ക്ക് വില തന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എത്രയാണ് ചക്കയ്ക്ക് വില എന്നുകൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ എടുത്തുകൊണ്ട് പോകുന്നവർ എത്ര രൂപയ്ക്കാണ് എടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും മുകളിലുള്ള ചക്ക ഞങ്ങൾ ഒരു രക്ഷയില്ല പറിക്കാനായിട്ട്. തൊട്ടി കെട്ടിയൊക്കെയായാലും അത്രയും മുകളിലേക്ക് എത്തുപോലുമില്ല. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ല കിടന്നു പോകുന്നതിനേക്കാൾ അവർ ആ കറക്റ്റായിട്ട് ആ മുകളിൽ നോക്കി അത് കുത്തി നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ അവർ ഇടുന്നത്. അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം നോക്കി. എന്തായാലും ഒരെണ്ണം പോലും താഴെ പോകാതെ ഇങ്ങനെ ചാക്കുകൊണ്ട് പിടിക്കുന്ന ഈ ചേട്ടനും കൊടുക്കണം നമ്മളൊരു സല്യൂട്ട്. അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. എന്നും ഒരു നിത്യതൊഴിലഭ്യാസി ആനയെ എടുക്കുന്നില്ല, അതുപോലെ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ ആ ചക്ക അത് ആ ചാക്കിൽ പിടിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ ചക്ക എടുക്കുന്നവരുണ്ടെങ്കിൽ അവർ എത്ര റേറ്റിനാണ് എടുക്കുന്നതെന്നും കൂടെ പറയണേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുകളിൽ കിടന്ന ചക്കയെല്ലാം ഇവർക്ക് കൊടുത്തു. താഴെയുള്ള ചക്കയൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാനും ഞങ്ങൾക്കും എല്ലാവർക്കും വേണമല്ലോ. ഇവിടെ ചക്ക കൊതിയനും ചക്ക കൊതിച്ചൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് ചക്ക കഴിക്കാൻ ആളുണ്ട്. അപ്പോൾ താഴെയുള്ള ചക്കയെല്ലാം നിർത്തിയിട്ട് മുകളിലുള്ള ചക്ക മാത്രമാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തോളൂ. ഈ ചക്ക ഇവർ കുത്തി നോക്കുന്നത് കാണാനും നല്ല രസമുണ്ട്. ഒരു പ്രത്യേക ടൈപ്പിലുള്ളൊരു കത്തി പോലത്തെ ഉണ്ട്. അത് വെച്ച് കുത്തി നോക്കി അത് കറക്റ്റ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഇവരെ എടുക്കുന്നത്. പാകം അല്ലാത്തത് അവിടെ ഉപേക്ഷിച്ചു. ഇനി നമ്മൾക്ക് ഇവർ ഇടുമ്പോൾ മൂത്ത ചക്ക വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇവർ മൂത്ത ചക്ക നമുക്ക് തരുകയും ചെയ്യും. അപ്പോൾ കുറച്ച് ചക്ക അവർ എടുക്കുന്നതിനേക്കാൾ മൂപ്പ് കൂടിയ ചക്കകളൊക്കെ അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ അങ്ങനെ ആ ചക്ക ഞങ്ങൾക്കും കിട്ടി. കുറച്ച് മുകളിൽ കിടന്ന ചക്കകളും അങ്ങനെ കിട്ടി. അപ്പോൾ നല്ല ചക്ക പുഴുക്കുണ്ടാക്കാനും ചക്ക വറുക്കാനും എല്ലാം അടിപൊളി ചക്കയായത്. ഒന്നാമത് ചൂട് കാരണം തീയൊക്കെ കൂട്ടിയിട്ട് ചക്ക വറുക്കലൊന്നും ഒരു ചടങ്ങാണ്, ഒരു പണിയാണ്. അതുകൊണ്ട് ഇത്തവണ ചക്ക വറുക്കാനൊന്നും മുതിർന്നില്ല. എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ചക്കയല്ല കേട്ടോ ഇത് മുഴുവൻ. അതിനകത്ത് ഓൾറെഡി പകുതി ചക്ക ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്കാണ് ഇവർ കൊണ്ടിടുന്നത്. അപ്പോൾ ഇതുപോലെ ഈ നാട്ടിൽ നിന്ന് ചക്കയൊക്കെ ശേഖരിച്ചുകൊണ്ടാണ് കേട്ടോ ഇവർ പോകുന്നത്. അപ്പോൾ ഈ ചക്ക നിങ്ങൾക്കും ഇതുപോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചക്ക വെച്ച് നമുക്ക് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം അല്ലേ. പക്ഷേ ഗ്യാസൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ യുദ്ധത്തിൻ്റെ കാലമായതുകൊണ്ട് ഗ്യാസൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അധികം ഗ്യാസ് കളഞ്ഞ് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാനും പാടാണ്. എന്നാലും മാക്സിമം കളയാതെ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുറേ റെസിപ്പീസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.